ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾ ഞങ്ങളെ മറന്നിട്ടില്ലല്ലോ. ഞാനാണ് മീമു. മീമു ആൻഡ് നൂനു ചാനലിലെ മറ്റൊരു വീഡിയോ ആണ് ഇത്. ഞങ്ങൾ വീണ്ടും വരുമെന്ന് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ വന്നിരിക്കുന്നു. ഇന്ന് ജൂലൈ 5 വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനമാണ്. ഇന്ന് അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു അനുസ്മരണമാണ് ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവരും വീഡിയോ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി അദ്ദേഹത്തെ പറ്റി നമുക്ക് മീമു ചില കാര്യങ്ങൾ പറഞ്ഞു തരും. ഇന്ന് ജൂലൈ 5 വൈക്കം മുഹമ്മദ് ബഷീർ ചരമദിനമാണെന്ന് അറിയാമല്ലോ. മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായ അദ്ദേഹം ബേപ്പൂർ സുൽത്താൻ എന്നാണ് അറിയപ്പെടുന്നത്. 1908 ജനുവരി 21 തലയോലപ്പറമ്പിൽ ജനിച്ചു. ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട കഥകൾ എഴുതിയവരിൽ ഒരാളാണ് അദ്ദേഹം. മഴകാല സഖി, മതിലുകൾ, ശബ്ദങ്ങൾ, പാത്തുമ്മയുടെ ആട് എന്നിവ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ചിലതാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഗാന്ധിജിയെ കാണാൻ ഒളിച്ചോടിപ്പോയതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വഴിത്തിരിവാക്കിയത്. ഭൂമിയുടെ അവകാശികളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ ഭൂമിയിൽ മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവികൾക്കും ജീവിക്കാൻ അവകാശമുണ്ട് എന്ന്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് കൂടുതൽ കഥകളും. രസകരമായ രീതിയിൽ നാടൻ ശൈലിയിലാണ് അവതരണം. താങ്ക് യു. എല്ലാവരും മീമു പറഞ്ഞത് കേട്ടല്ലോ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു ലഘു വിവരണം തന്നെയാണ് മീമു നമുക്ക് പറഞ്ഞു തന്നത്. ഞാൻ വായിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കഥകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ പാത്തുമ്മയുടെ ആടാണ്. ആ കഥയെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. പാത്തുമ്മയുടെ ആടിൽ ബഷീറിന്റെ വീട്ടിലേക്ക് ബഷീർ ഒരുപാട് കാലം മറ്റു പല ഇടങ്ങളിലും പോയി അങ്ങനെ വീട്ടിൽ എത്തിയതിന് തൊണ്ടാണ് ആ കഥ ആരംഭിക്കുന്നത്. ബഷീറിന്റെ വീട്ടുകാരും കുടുംബാന്തരീക്ഷവും ഒക്കെ ആണ് ഈ കഥയിലുടനീളം പ്രതിപാദിക്കുന്നത്. വീട്ടുകാര് കള്ളത്തരങ്ങൾ, പണക്കൊതി, വഴക്കുകൾ, ഇതൊക്കെ ഈ കഥയിൽ പല രംഗങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നാടൻ സംഭാഷണങ്ങളും മികച്ച പ്രയോഗങ്ങളും നാടകീയ രംഗങ്ങളും ഈ കഥയുടെ മറ്റു പല സവിശേഷതകളാണ്. പിന്നെ ഈ കഥയുടെ ഒരു പ്രധാന കഥാപാത്രം ഒരു ആടാണ് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഈ കഥയില് ആട്ടുടമസ്ഥയായ പാത്തുമ്മയെ ബഷീർ ഒഴികെയുള്ള മറ്റെല്ലാ സഹോദരങ്ങളും പറ്റിക്കുകയും ആട്ടിൻപാല് കക്കുകയും ഒക്കെ ചെയ്യും. ആ സമയത്തും പാത്തുമ്മ മറ്റനേകം പ്രശ്നങ്ങളെയും
തരണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴുള്ളൊരു ദയനീയ അവസ്ഥയും സഹോദരിയുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ സാധിക്കാത്ത ബഷീറിനെയും നമുക്ക് ഈ കഥയിൽ കാണാൻ സാധിക്കും. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓരോ കഥകളും നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ നമുക്ക് ചുറ്റും നടക്കുന്ന തെറ്റുകളും കള്ളത്തരങ്ങളും എല്ലാം ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തെ ലോകം എന്നും ആദരവോടെ ഓർക്കും. നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വീണ്ടും തിരിച്ചു വരുന്നത് വരേക്കും ബൈ.